സർക്കാരിനും CPM-നും ദേവസ്വം ബോർഡിനും മുകളിൽ ഉടുമ്പിൻ പിടുത്തമിട്ട് ഹൈക്കോടതി എത്തിയിരിക്കുകയാണ്. ഒരുത്തരും ഊരിപ്പോകാൻ സമ്മതിക്കില്ല. ഇങ്ങനെയാണ് കോടതി കട്ടായം പറയുന്നത്. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ പുറത്തു കൊണ്ടുപോകണമെങ്കിൽ ദേവസ്വം ബോർഡ് ഉന്നതരുടെ പങ്കില്ലാതെ ആർക്കും കഴിയില്ല. നിലവിൽ പ്രതികളായവർക്ക് മുകളിലുള്ള വൻ തോക്കുകളെ വിട്ടുകളയരുതെന്നും അവരിലേക്ക് അന്വേഷണം നീളണമെന്നും ജസ്റ്റിസ് എ ബഹറുദ്ദീൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ശബരിമലയിൽ ഇത്ര വലിയ കൊള്ള നടക്കണമെങ്കിൽ ദേവസ്വം ബോർഡിന്റെ എല്ലാ ഒത്താശയും ഉണ്ടായിരിക്കണമെന്ന് പച്ചയ്ക്ക് വിളിച്ചു പറയുകയാണ് ഹൈക്കോടതി. 18ാം പടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തല തല്ലി കരയുകയാണ്. സ്വർണ്ണക്കൊള്ളയിൽ വരും ദിവസങ്ങൾ സർക്കാരിനും CPM-നും നിർണായകവും ഭയാനകവുമാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇത്രയും ദിവസം രാഹുൽ മാങ്കൂട്ടം വിഷയം കൊണ്ട് പിടിച്ചു നിന്നു. ഇനി എന്താ? ഇതാണ് പിണറായിയുടെ മുന്നിൽ ചോദ്യചിഹ്നം. പിണറായി കൂട്ടർ കോടതി റിമാൻഡ് കാലാവധി നീട്ടി വീണ്ടും അഴിക്കുള്ളിലായതിന്റെ മുറുമുറുപ്പിലാണ് പത്മകുമാർ. ഇനിയും അകത്ത് കിടക്കാൻ വയ്യ എന്ന നിലപാടിൽ വാസു. CPM-ന്റെ ബോംബ വാസു പൊട്ടിക്കുമോ എന്ന ഭയത്തിൽ CPM ഇങ്ങനെ വിറയ്ക്കുകയാണ്. സ്വർണ്ണപ്പാളി അഴിച്ചെടുക്കുന്നതിൽ മാത്രമല്ല കടത്തലിലും പത്മകുമാറിന് പങ്കുണ്ടെന്ന് SIT കോടതിയിൽ അറിയിച്ചു. വാസുവിനും കടത്തിൽ പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ CPI-യിലെ ഉന്നതന്മാർക്കും CPM-ലെയും ഉന്നതന്മാർക്കും അയ്യപ്പന്റെ പൊന്നുകടത്തിൽ പങ്കുണ്ടെന്ന് ഉറപ്പാകും. ആ പേരുകൾ വാസു പറയുമോ എന്ന ഭയം CPM-നെ വേട്ടയാടുന്നുണ്ട്. വാസുവിന്റെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. വീണ്ടും റിമാൻഡ് നീട്ടിയാൽ വാസുവിന് കലി കയറും. 2 തവണയാണ് വാസുവിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി കീറിയെറിഞ്ഞ് വെളിയിൽ കളഞ്ഞത്. ജയിലിൽ കിടന്ന സമനില തെറ്റി നിൽക്കാവാതെ വാസു തെറ്റുകൾ സമ്മതിച്ചു. ഉന്നതന്മാരുടെ പേര് പറഞ്ഞ് മാപ്പ് സാക്ഷിയാകാൻ ശ്രമിച്ചാൽ CPM ചത്തുമലക്കും. സെല്ലിൽ ഒരു കട്ടിലും ഫാൻ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് വാസു മെരുങ്ങാൻ. ഇതൊന്നും കണ്ട് വാസു മെരുകുമെന്ന് CPM കരുതണ്ട. പാർട്ടിയുടെ തലയ്ക്ക് മുകളിൽ ശനിയായി വാസു ഇങ്ങനെ തൂങ്ങുകയാണ്. ശബരിമല കൊള്ളയിൽ തുടരെ സർക്കാരിന് തിരിച്ചടിയാവുകയാണ്. ദേവസ്വം മുൻ സെക്രട്ടറി ജയശ്രീ SIT ചോദ്യം ചെയ്യും. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് ജയശ്രീയെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ജയശ്രീക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാണ് SITയുടെ നിഗമനം. ജയശ്രീയുടെ ആരോഗ്യസ്ഥിതി ചോദ്യം ചെയ്യലിന് തടസ്സം ആകില്ല എന്നാണ് വിലയിരുത്തൽ. ദ്വാരപാലകപ്പാളികൾ കടത്തിയ കേസിലാണ് ചോദ്യം ചെയ്യുക. ദ്വാരപാലകപ്പാളി കേസിൽ 4ാം പ്രതിയാണ് ജയശ്രീ. ബോർഡ് മുൻ സെക്രട്ടറിയായ ജയശ്രീ മിനിറ്റ്സിൽ വരുത്തിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ചോദ്യം ചെയ്ത ശേഷം ജയശ്രീയെ ഉടൻ അറസ്റ്റ് ചെയ്തേക്കാനും നീക്കമുണ്ട്. പാളികൾ കൊടുത്തുവിടുവാനുള്ള ദേവസ്വം ബോർഡ് മിനിറ്റ്സിലാണ് ജയശ്രീ തിരുത്തൽ വരുത്തിയത്. ചെമ്പുപാളികൾ ഉണ്ണികൃഷ്ണ പോറ്റിക്ക് കൊടുത്തുവിടണമെന്നായിരുന്നു ജയശ്രീ മിനിറ്റ്സിൽ എഴുതിയത്. സ്വർണ്ണക്കൊള്ള സംഘത്തിലെ ഏക വനിതയാണ് ജയശ്രീ. കേസിൽ ജയശ്രീ നിർണായക കണ്ണിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ക്ഷേത്രവക വസ്തുക്കളുടെ കസ്റ്റോഡിയൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് ദേവസ്വം സെക്രട്ടറി. ചീഫ് അഡ്മിനിസ്ട്രേറ്ററാണ്. ആ ചുമതല കൂടി വഹിച്ചിരിക്കുന്ന ആളാണ് ജയശ്രീ. അതുകൊണ്ട് തന്നെ കൊള്ളയിൽ ഇവർക്കും പങ്കുണ്ടെന്ന് SIT സമർത്ഥിക്കുന്നു. അതുകൊണ്ട് തന്നെ ക്ഷേത്രവക സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ജയശ്രീക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാണ് SIT പറയുന്നത്. 35 വർഷം സർവീസുള്ള ആളാണ് ജയശ്രീ. 25 വർഷമല്ല, 35 വർഷമാണ് ജയശ്രീക്ക് സർവീസുള്ളത്. ജയശ്രീ ഗൂഢാലോചനയിൽ പങ്കുള്ളത് കൊണ്ടാണ് സ്വർണത്തെ ചെമ്പെന്ന് രേഖപ്പെടുത്തിയിട്ട് പോലും അത് തിരുത്താൻ ജയശ്രീ തയ്യാറായില്ല എന്ന അന്വേഷണ സംഘം പറയുന്നത്. SIT പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട്. തിങ്കളാഴ്ച കോടതിയെ സമീപിക്കാനാണ് നീക്കം. സ്വർണ്ണക്കൊള്ള കേസിൽ N വാസുവും മുരാരി ബാബുവും ജാമ്യം തേടി ഹൈക്കോടതിയെ വീണ്ടും സമീപിക്കും. കൊല്ലം വിജിലൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിനും CPM-നും ദേവസ്വം ബോർഡിനും മേലെ വലിയൊരു നീക്കത്തിലേക്ക് ഹൈക്കോടതി കടന്നിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. കേസിൽ ദേവസ്വം ബോർഡിലെ ഉന്നതർക്ക് പങ്കുണ്ടെന്ന് ഹൈക്കോടതി വിശദീകരിക്കുമ്പോൾ ഇനിയും ഒരുപാട് അറസ്റ്റുകൾ ഉണ്ടാകാനുണ്ട് എന്ന് വ്യക്തമാണ്. ഹൈക്കോടതി തന്നെ ഇതെല്ലാം വെട്ടിത്തുറന്ന് പറയുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾ സർക്കാരിനെതിരെ തിരിയുകയാണ്. അതായത് ഈ കൊള്ളയിൽ CPM-ലെ പല ഉന്നതർക്കും പങ്കുണ്ടെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. ഈ അറസ്റ്റുകൾ ഉടൻ ഉണ്ടാകുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. ദേവസ്വം ബെഞ്ച് 1 മാസത്തേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് കാലാവധി നീട്ടിക്കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതിനുശേഷവും വലിയ ഒരു വേഗത അന്വേഷണങ്ങളിൽ കാണാനില്ല. തദ്ദേശ തിരഞ്ഞെടുപ്പ് വരെ കടുത്ത നടപടികൾ ഒഴിവാക്കാൻ ചില കേന്ദ്രങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നുമുണ്ട്. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ പുറത്തു കൊണ്ടുപോകണമെങ്കിൽ ദേവസ്വം ബോർഡ് ഉന്നതരുടെ പങ്കില്ലാതെ കഴിയില്ല എന്ന് ഹൈക്കോടതി പറയുമ്പോൾ അവിടെയാണ് സർക്കാരിന് അടിപതറുന്നത്. അതായത് ഇതെല്ലാം ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയാണ് ഹൈക്കോടതിയുടെ ആ വാക്കുകൾ. ആ വാക്കുകൾക്ക് മൂർച്ച കൂടുന്നുണ്ട്. അതുകൊണ്ട് CPM-ന്റെ ചോരയും പൊടിയുന്നുണ്ട്. ശബരിമല കൊള്ളയിൽ വൻ നേതാക്കൾ ഉണ്ടെന്ന് ഹൈക്കോടതിയുടെ വായിൽ നിന്ന് തന്നെ വന്നിരിക്കുന്നു. അവരെ വിട്ടുകളയരുതെന്നും അവരിലേക്ക് അന്വേഷണം പോകണമെന്നും തൂക്കി അകത്തിടണമെന്നും ജഡ്ജി തന്നെ പറയുന്നതാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം.
ചങ്കത്ത് കത്തിയിട്ട് കുത്തി വലിക്കുന്നത് പോലെയാണ് CPM തോന്നുന്നത്. ശബരിമല കൊള്ളയിൽ ദേവസ്വം ബോർഡിലെ ഉന്നതർ, അതായത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അടക്കം കുറ്റക്കാരാണ്, അല്ലെങ്കിൽ അവർക്ക് ഇതിൽ പങ്കുണ്ട് എന്നതിനെ വ്യക്തമായ തെളിവ് നൽകിയിട്ടുണ്ട്. എന്നാലും ഹൈക്കോടതിയുടെ നിരീക്ഷണം വളരെ നിർണായകമാണ്. കുറച്ച് ദിവസമായി പ്രത്യേക അന്വേഷണ സംഘം ഒന്നും കാര്യമായി ചെയ്യുന്നില്ല എന്ന വാദം ശക്തമാണ്. ഇതുവരെ പ്രതി ചേർക്കാത്തവർക്കപ്പുറം ആളുകൾ ഉണ്ട് എന്ന് കോടതി പറയുമ്പോൾ അവരുടെ അറസ്റ്റുകൾ എന്തുകൊണ്ടുണ്ടാകുന്നില്ല എന്ന ചോദ്യം ശക്തമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സ്ഥിരമായി ബന്ധമുള്ളവരിലേക്കും നിരന്തര സമ്പർക്കം പുലർത്തുന്നവരിലേക്കും അന്വേഷണം നീളണമെന്ന് കോടതി പറയുന്നു. ഇത് പോലീസ് അനുസരിക്കുമോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. പോറ്റി ശബരിമല സന്നിധാനത്ത് വലിയ പ്രഭാവലയത്തിൽ അനിയന്ത്രിതമായ സ്വാതന്ത്ര്യത്തോടെയാണ് വിലസിയത്. ഇത് ഹൈക്കോടതി തന്നെയാണ് പറയുന്നത്. ഈ വലിയ സ്വാതന്ത്ര്യം ആരാണ് ഉണ്ണികൃഷ്ണ പോറ്റിക്ക് കൊടുത്തത് എന്നതിലേക്ക് അന്വേഷണം വേണം. കോടതി കട്ടായം ഇത് ആവശ്യപ്പെടുന്നു. കൂടാതെ ലക്ഷക്കണക്കിന് വിശ്വാസികളുള്ള ശബരിമല ക്ഷേത്രത്തിലെ ഇത്രയും വലിയ സ്വർണം കടത്താൻ വലിയ തോക്കുകളുടെ പിന്തുണയില്ലാതെ സാധ്യമല്ല എന്നുകൂടി പറയുമ്പോൾ അവിടെയാണ് CPM അടിപതറുന്നത്. അതായത് കോടതി വ്യക്തമായി CPM പല ഉന്നതരിലേക്കും വിരൽ ചൂണ്ടുകയാണ്. കോടതിക്ക് ഈ കാര്യത്തിൽ ഉത്തമ ബോധ്യമുണ്ട്. ദേവസ്വം ബോർഡിൽ ഇരിക്കുന്നവരുടെ പല നിയമങ്ങളും, അതായത് പല ഉദ്യോഗസ്ഥരുടെയും നിയമനം, അത് CPM ഇടപെട്ടുകൊണ്ട് തന്നെയാണ് അവരുടെ പിൻവാതിൽ നിയമനം ദേവസ്വം ബോർഡിൽ ഏറ്റവും കൂടുതൽ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ നിയമനങ്ങളെല്ലാം അവിടെ ഒരു കൊള്ള നടത്തുന്നതിന് വേണ്ടിയുള്ള കളികളായിരുന്നു എന്ന സംശയം ഹൈക്കോടതിക്കും കൃത്യമായുണ്ട്. 2019 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വർണം വീണ്ടും പൂശുന്നതിനായി പാളികൾ എടുക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഈ തീരുമാനമെടുത്തപ്പോൾ അത് ഉണ്ണികൃഷ്ണ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാനുള്ള തീരുമാനം ഉണ്ടായിരുന്നില്ല. എന്നാൽ അന്നത്തെ ദേവസ്വം ബോർഡ് സെക്രട്ടറിയായ എസ് ജയശ്രീ ഈ തീരുമാനം ഉത്തരവായി പുറത്തിറക്കിയപ്പോഴാണ് സ്വർണം പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ തീരുമാനമായത്. അതായത് വീണ്ടും ഇവർ പോറ്റി ഉപയോഗിച്ചു എന്നുള്ളത് വ്യക്തമാണ്. ഇതാ ഉന്നതരുടെ സഹായത്തോടെ പോറ്റിക്കുണ്ടായ വലിയ സ്വാധീനം വ്യക്തമാക്കുന്നത് കോടതി നിരീക്ഷിക്കുന്നുണ്ട്. ഈ ചോദ്യങ്ങളാണ് സർക്കാരിനും CPM തീച്ചുളയിൽ നിർത്തുന്നത്. എത്ര രാഹുൽ മാങ്കൂട്ട വിഷയം കൊണ്ട് കളം നിറയ്ക്കാൻ ശ്രമിച്ചാലും ശബരിമലയിൽ അതെല്ലാം തിരിച്ചടിയാകും. അതായത് ശബരിമല വിഷയം ഇവിടുത്തെ വിശ്വാസികൾ വ്യക്തമായി തന്നെ ഓരോ നിരീക്ഷണവും നടത്തുന്നുണ്ട്. കോടതിയുടെ ഓരോ വാദങ്ങളും അവർ കൃത്യമായി കേൾക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അവർ ആഴത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. ഇതാണ് CPM തിരിച്ചടിയാവുന്നത്. ഏതെങ്കിലും ഒരു കേന്ദ്ര ഏജൻസിയായിരുന്നു അന്വേഷണം നടത്തുന്നതെങ്കിൽ രാഷ്ട്രീയ വേട്ടയാടൽ എന്ന് പറയാമായിരുന്നു. പക്ഷേ ഇവിടെ ഹൈക്കോടതിയാണ്. ഹൈക്കോടതി നിയമിച്ച SIT ആണ് അന്വേഷണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ അട്ടിമറിയുണ്ട്. തങ്ങളെ രാഷ്ട്രീയമായി വേട്ടയാടാനുള്ള നീക്കമാണ് ഇതിന് പിന്നിൽ എന്നൊന്നും പറഞ്ഞ് കൈ കഴുകാനും അഴകൊഴിഞ്ഞ ന്യായങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറാനും CPM കഴിയില്ല. ഇതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ജയശ്രീയുടെ തല കൊയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ജയശ്രീക്ക് പലതും അറിയാം. അറിയാവുന്നതൊക്കെ ജയശ്രീ മണി പോലെ പുറത്തു വിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ വാസുവും പപ്പനും അകത്ത് കിടക്കുന്നത് പോലെ ജയശ്രീയും അകത്ത് കിടക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. വാസുവിനെ ഫാനും കിടക്കയും തലേണയും മെത്തയും കൊടുത്തത് വാസു വല്ലതും പറഞ്ഞാൽ അത് CPM അടപടലം തേയുമെന്നറിഞ്ഞതുകൊണ്ടാണ്. ജയശ്രീ പറഞ്ഞാൽ CPM ഒന്നും സംഭവിക്കാനില്ല. അതുകൊണ്ട് കട്ടിലും ഫാനും മെത്തയും ഒന്നും കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ ജയശ്രീ അകത്തേക്ക് കയറണ്ട. അയ്യപ്പൻ്റെ സ്വർണം കൂട്ട് നിന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജയശ്രീ ഓരോ അഴികളും എണ്ണി തന്നെ തീർക്കേണ്ടി വരും.